കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഭരണത്തിൽ തിരിച്ചെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു നേതാക്കൾ. ഇതിൽ അവർ പറയുന്ന കാര്യം 2004 ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യത്തിന് ബിജെപിയുടെ അന്നത്തെ മുദ്രാവാക്യത്തിനേറ്റ തിരിച്ചടി ഇപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള മുദ്രാവാക്യത്തിന് വരും എന്നാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായം ഉയർന്നത്. അതുപോലെ തന്നെ 5 ന്യായ് പദ്ധതികളുമായി ഇറങ്ങുന്ന പ്രകടന പത്രിക പരമാവധി ആളുകളിലേക്ക് എത്തുവാൻ കഴിയുമെന്ന് അങ്ങനെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണമെന്ന് AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകുവാൻ MG മിഥുൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, എന്തെല്ലാമാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന നിർദ്ദേശം? എത്രമാത്രം ആത്മവിശ്വാസ പ്രകടനം ഉണ്ടായിട്ടുണ്ട് CWCയിൽ? മഞ്ജുഷ്, ഇന്ന് പ്രധാനമായും ഈ പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിന് വേണ്ടിയാണ് CWC യോഗം ചേരുകയും ചെയ്തത്. ഒപ്പം തന്നെ രാവിലെ ചേർന്ന യോഗത്തിൽ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പങ്കെടുക്കുകയും ചെയ്തു. അതിൽ വലിയ രൂക്ഷമായ വിമർശനം നരേന്ദ്രമോദിക്കെതിരെയും ഒപ്പം തന്നെ BJP നേതൃത്വത്തിനെതിരെയും ഉയരുകയും ചെയ്തു. മല്ലികാർജ്ജുൻ ഖാർഗെ ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അതായത് 2004 ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു അന്ന് BJP പ്രകടനം നടത്തിയത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്തത്. അന്ന് വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. അതേ രീതിയിൽ തന്നെയാണ് 2024 മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ അതേ രീതിയിലുള്ള തിരിച്ചടി ഇത്തവണ NDA മുന്നണിക്ക് നേരിടേണ്ടി വരുമെന്നുള്ളൊരു വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഒപ്പം തന്നെ രാജ്യം ഒരു മാറ്റത്തിന് തയ്യാറെടുത്തിരിക്കുന്നു, അത്തരത്തിലുള്ള ആഗ്രഹം ജനങ്ങൾക്കുണ്ട്, അത് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു അദ്ദേഹം CWC യോഗത്തിൽ പറയുകയും ചെയ്തു. ഒപ്പം തന്നെ 5 വാഗ്ദാനങ്ങളാണ് ഈ പ്രകടന പത്രികയിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. അതായത് 5 മേഖലകൾ തിരിച്ചുകൊണ്ട് തുല്യനീതി ഉറപ്പാക്കുക, സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കുക, കർഷകർക്ക് നീതി ഉറപ്പാക്കുക തുടങ്ങി അങ്ങനെ 5 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാക്കുക. കൂടാതെ തന്നെ ഈ പ്രകടന പത്രിക രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പ്രവർത്തകർ കൈക്കൊള്ളണം, നേതാക്കൾ കൈക്കൊള്ളണം എന്നുള്ള നിർദ്ദേശവും മല്ലികാർജ്ജുൻ ഖാർഗെ യോഗത്തിൽ നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്തായാലും അത് എത്തിച്ചാൽ മാത്രമേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നൊരു വിലയിരുത്തലുണ്ട്. ഒപ്പം തന്നെ ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനി നടത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിരവധി മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെയൊക്കെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കായി ഇന്ന് വൈകിട്ട് ഇലക്ഷൻ കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട്. ഇന്ന് നാളെയുമായാണ് യോഗം ചേരുന്നത്. അന്തിമ രൂപം നൽകിയതിനു ശേഷം ഈ സ്ഥാനാർത്ഥികൾ, അതായത് പ്രിയങ്ക ഗാന്ധിയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യത്തിലുമൊക്കെ കൃത്യമായി ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട്, സച്ചിൻ പൈലറ്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുവെന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അത്തരത്തിൽ അവരെ കൂടി പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്, അതായത് മോദി സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളെയും മുൻനിർത്തിക്കൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ളവർ രാജസ്ഥാനിൽ നിന്ന് ജനവിധി തേടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെ നിർത്തി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നതിന് വേണ്ടിയാണ് ഇന്ന് വൈകിട്ട് ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേരുന്നത്. വൈകിട്ടും നാളെയുമായാണ് യോഗം ചേരുക. എന്തായാലും CWC യോഗത്തിൽ പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ശരി മിഥുൻ, എന്തായാലും രാജ്യം ഭരണമാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ള വിലയിരുത്തലാണ് കോൺഗ്രസിന്റെ CWC യോഗത്തിൽ ഉയർന്നത്. അതുകൊണ്ട് തന്നെ 2004 താരതമ്യപ്പെടുത്തുകയാണ് 2024 കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി.